നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേരി. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലുമാണ് ആ ഒരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. സോറി, ഇത് വാട്സപ്പ് അല്ല, എനിക്ക് മെസ്സഞ്ചറിലാണ് അത് വന്നിരിക്കുന്നത്. ഞാൻ മെസ്സഞ്ചർ ഇവിടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ മെറ്റ AI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഇപ്പം എന്തിനെ കുറിച്ചാണോ അറിയേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തിനെ പറ്റി അറിയണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലീവ് ലെറ്റർ ടൈപ്പ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ നമ്പറോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെയോ ആ ഹോസ്പിറ്റലിൻ്റെയോ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം ഞാനിവിടെ കേരള എന്ന് ടൈപ്പ് ചെയ്യാം. കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കേരളത്തിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷിലാണ് വരിക. നമുക്ക് വേണമെങ്കിൽ അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കാം. അപ്പോൾ ഇത് നമുക്കിവിടെ എന്ത് കാര്യമാണോ നമുക്ക് അറിയേണ്ടത് അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ മെറ്റ AI എന്നുകൊണ്ട് ഫേസ്ബുക്കും ഉദ്ദേശിക്കുന്നത്. ഇത് വാട്സപ്പിലും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് മെസ്സഞ്ചറിലാണ് വന്നിരിക്കുന്നത്. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും വന്നിട്ടില്ല. അത് ഞാൻ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഇന്നലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ അടിച്ച് നോക്കിയപ്പോഴത്തേക്കും അവിടെ എത്രയോ ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വരെ ഇവിടെ കിട്ടി, അവിടുത്തെ പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പറഞ്ഞതുപോലെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാലേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ കൂടി വന്നാൽ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു.